എൻ്റെ പേര് ബിനോയ്. ഞാൻ ശ്രീകോവിൽ ബ്ലൂ മെറ്റൽസ് ആൻഡ് ബ്ലോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ 13 വർഷമായിട്ട് ടിപ്പർ മേഖലയിൽ തൊഴിൽ ചെയ്തു വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ 60 വണ്ടിയുണ്ട്. അപ്പോൾ അതിൽ 28 വണ്ടി ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ മികച്ച സർവീസാണ് അവർ നമുക്ക് നൽകി വരുന്നത്. ഇപ്പോൾ 2013 മുതൽ ഞങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുതിയ ടെക്നോളജികൾ ഭാരത് ബെൻസാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റു കോമ്പറ്റീറ്റീവ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ ഭാരത് ബെൻസിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് അവർ ഓരോ ടെക്നോളജിയും കൊണ്ടുവരുന്നതിനാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിൽ ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൾട്ടി ആക്സിലാണ് നമുക്ക് ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാലും സിംഗിൾ ആക്സിലിൽ അത് ഇപ്പോഴും ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മാത്രമേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മറ്റൊരു കോമ്പറ്റീറ്റേഴ്സിനും അത് നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 24/7 എന്ന് പറയുന്ന ഒരു സർവീസ് സപ്പോർട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഭാരത് ബെൻസിന് മാത്രം തന്നെയാണ് ഉള്ളത്. അത് ഓട്ടോബാൻ്റെ കീഴിലാണ് വരുന്നതെന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മൈലേജ് വൈസ് നമ്മളിപ്പോൾ ഇവർ കമ്പാരിസൺ നടത്തിയായിരുന്നു. അപ്പോൾ അതിന് ടാറ്റയാണ് ഞങ്ങൾ കൂടുതൽ മൈലേജ് തരുന്നതെന്നാണ് ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു റെസ്പോൺസ്. പക്ഷേ ബാക്ക് ടു ബാക്ക് ട്രെയിൽ എടുത്തപ്പോഴത്തേക്കും ഞങ്ങൾക്കത് ബോധ്യമായി. അത് 0.3 മൈലേജ് ഞങ്ങൾക്ക് ഭാരത് ബെൻസിന് കൂടുതൽ കിട്ടിയായിരുന്നു. അതിൽ സന്തോഷം അറിഞ്ഞതിൽ. ഇത്രയും വില കൊടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ ഞങ്ങൾക്കതിൽ നഷ്ടമില്ലെന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഒരു ട്രിപ്പിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശരാശരി 1237 രൂപയോളം വ്യത്യാസമുണ്ട് ഒരു ട്രിപ്പിൽ ഡീസലിന്. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ലാഭം തന്നെയാണ്. ഒരു മാസം നോക്കുമ്പോഴത്തേക്കും മിനിമം ഒരു ട്രിപ്പ് വെച്ച് നോക്കിയിരുന്നാലും 37,132 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് EMIയുടെ ഭാഗത്ത് നിന്ന് നോക്കണമെങ്കിൽ അതൊരു ലാഭം തന്നെയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ മീറ്റിംഗ് കാര്യങ്ങളും ഡ്രൈവേഴ്സ് ട്രെയിനിങ് ആയിരുന്നാലും എല്ലാം അവർ പക്കയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഡ്രൈവറിന് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നാലും അവർ ഒന്നുകിൽ വന്ന് തരുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് അവർ എപ്പോഴും വില്ലിങ്ങാണ്.